ഹായ് ഓൾ, ഇന്നൊരു അടിപൊളി ഐറ്റം ട്രൈ ചെയ്യാൻ പോകട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയാണ്, ഹോട്ടൽ ശരവണ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ ഒരു ഐറ്റം ആട്ടോ. അതായത് നമ്മുടെ പഴംപൊരിയും ബീഫും കൂടി ഇതുപോലെ കൊത്തിയെടുത്ത് പൊറോട്ടയ്ക്കകത്ത് റോൾ ചെയ്ത് വെച്ച് തരുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു കൊച്ചു കടയാണ് കേട്ടോ. നല്ല തിരക്കാണ് ഏത് സമയം ഈ ഒരു ഐറ്റത്തിന് വേണ്ടി. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാനും അവിടെ പോയി ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും ഒന്ന് അവിടെ പോയി കഴിച്ച് നോക്കണം, കാര്യം ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കടയില്ലേ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പഴംപൊരി എല്ലാം ഇതുപോലെ അവർ നല്ല ചൂട് കല്ലിനകത്തോട്ടിട്ട് ഇതുപോലെ കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ബീഫിൻ്റെ ഗ്രേവി, ബീഫും അതിൻ്റെ കുറച്ച് ഗ്രേവിയും എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട്, അത് നല്ല ക്വാണ്ടിറ്റിയിലാണ് ബീഫൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു റോളിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അത് ഒരു വർത്തായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അതുപോലെ ഗ്രേവിയും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കുകയാണ്. ആ പഴംപൊരിയും ബീഫിൻ്റെ ആ ഒരു ഗ്രേവി എല്ലാം കൂടെ മിക്സായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും കേട്ടോ. എന്തുവായാലും ഈ കൊട്ടാരക്കര പനവേലി ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും മസ്റ്റായ ഒരു ഐറ്റം തന്നെയാണ്. സെക്കൻഡ് ട്രിപ്പും അവർ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ കുറച്ചും കൂടെ ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു. അപ്പം മഴയും അതുപോലെ ചൂട് ചായയും ഈ ഒരു പഴംപൊരിയും ബീഫും പൊറോട്ട റോളും കൂടെ ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈവനിങ്. അവിടെ ഇതുപോലൊരു പൊറോട്ടയ്ക്കകത്ത് ഈ ഒരു മിക്സ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തിട്ട് ആ വാഴയിലക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞു, അതിനുശേഷം അവർ വീണ്ടും ഇതൊന്ന് കല്ലിനകത്തോട്ട് വെച്ച് ചൂടാക്കിയിട്ടാണ് നമുക്ക് ഇത് തരുന്നത്. അപ്പോഴത്തേക്ക് ആ പൊറോട്ട നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ഒട്ടും ഹാർഡില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴിക്കാത്തവരൊന്ന്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.